അമേരിക്ക കുറച്ചു കാലങ്ങളായിട്ട് ഈ വിസയുടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു. മാസങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് വിസയ്ക്ക് ഒരു യാത്രയ്ക്ക് പോലും ചോദിച്ചിട്ട് കൊടുക്കാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. 2.5 ലക്ഷം പേർക്ക് പുതുതായിട്ട് വിസ നൽകാനുള്ള അഭിമുഖങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 60 ലക്ഷം പേരിപ്പോൾ അമേരിക്കയുടെ വിസ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർ. ആ തരത്തിൽ ഒരു ചെറിയ രീതിയിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ടായിരിക്കുന്നു അമേരിക്കയിൽ. അതേസമയം തന്നെ കാനഡ നിയമങ്ങൾ ശക്തമാക്കുകയാണ്. കാരണം അവിടെ 2019 4.5 ലക്ഷം വിദേശികളാണ് ജോലിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 12 ലക്ഷമായിരിക്കുന്നു. അവിടെ ഹൗസിംഗ് പ്രോബ്ലം അതീവ രൂക്ഷമാണ്. അതുകൊണ്ട് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ പഠിക്കുന്നവർക്ക്, നേരത്തെ പഠിക്കുന്നവർ വിവാഹിതരാണെങ്കിൽ അവരുടെ ഭാര്യയെ ഭർത്താവിനെ കൊണ്ടുപോകാമായിരുന്നു. അതിലൊക്കെ റെസ്ട്രിക്ഷൻ വരികയാണ് ജോലിയുടെ കാര്യത്തിൽ, പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ. അതിനിടയിൽ സന്തോഷകരമായ വാർത്ത, 70കൾക്ക് ശേഷം അല്ലെങ്കിൽ 80കൾക്ക് ശേഷമൊക്കെ ജർമ്മനിയിലേക്ക് ഇന്ത്യക്കാരെയോ വിദേശികളെ ഒന്നും അധികം കടത്തിയിരുന്നില്ല. പക്ഷേ അവിടുത്തെ കുടിയേറ്റ നിയമങ്ങളിലും പഠനത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നു. ജർമ്മനിയിലേക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ജർമ്മനിയിൽ മാറ്റം വരുന്നു. അയർലൻഡിൽ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാവുന്നു. അതേസമയം ഓസ്ട്രേലിയയും ന്യൂസിലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ വളരെ കുറച്ചും കൂടിയും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ഇന്ത്യക്കാരുടെ കാര്യത്തിൽ, വിദേശികളുടെ കാര്യത്തിൽ എന്നാണ് മനസ്സിലാവുന്നത്.